സുഹൃത്തേ, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാം നമ്മെ തന്നെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഈ ഒരു സമയം സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സദാസമയവും ഓടിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പലപ്പോഴും നാം നമുക്ക് ഇമ്പോർട്ടൻസ് ഒന്നും നൽകാതെ മറ്റു പല കാര്യങ്ങൾക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും പലരും. നിങ്ങൾ എത്ര തിരക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് എങ്കിലും എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. സെൽഫ് കെയറോ സെൽഫ് ലവോ ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നാം എല്ലാം മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നവരാണ്. പലരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. നോ പറയണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവ പറയാൻ സാധിക്കാതെ വരിക. അവയെല്ലാം അവനവനിൽ വിശ്വാസമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും അത് പ്രതീക്ഷിക്കാവൂ. സെൽഫ് ടോക്ക് എത്രയധികം നിങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക. അതിനായി അഫർമേഷൻസ് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഡെയിലി മിറർ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ മുഖത്ത് വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ അനലൈസ് ചെയ്യുക. സെൽഫ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക. പലപ്പോഴും നാം ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളെക്കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുക. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതുവരെ നിങ്ങൾ നേടിയെടുത്ത എന്തൊക്കെയുണ്ടോ അവയെല്ലാം നിങ്ങൾ വീണ്ടും കാണുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തു വെക്കുക. അവ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനം തോന്നി തുടങ്ങും. ഞാൻ ഒന്നുമല്ല എന്ന നിലയിൽ നിന്നും ഞാൻ ആരൊക്കെയോ ആണ് എന്ന നിലയിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോകും. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം എല്ലാം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി നോക്കൂ. നിങ്ങൾ കൂടുതൽ സന്തോഷകരമായ മുഹൂർത്തങ്ങളെ ആകർഷിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഒരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതൊക്കെയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവ തുറന്നു പറയുക. നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുമായിട്ട് അടുക്കാനുള്ള മറ്റൊരു എളുപ്പ വഴി ജേർണലിംഗ് ആണ്. നിങ്ങളെ നേടാൻ ആഗ്രഹിക്കുന്നവ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെ, അവയെല്ലാം തന്നെ കുറിച്ചിടുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സക്സസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. ഓട്ടോ സജഷൻസിലൂടെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസിലൂടെയെല്ലാം നിങ്ങൾക്ക് അവ സാധ്യമാകും. ഐ ലവ് മൈസെൽഫ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ തുടങ്ങിയ നിങ്ങൾക്ക് അനുയോജ്യമായ അഫർമേഷൻസ് തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.